അപ്പം ഒരു അന്തസ്സുള്ള സ്ത്രീയുടെ വയറ്റിൽ ജനിക്കാൻ കഴിയാത്ത, അന്തസ്സുള്ള സ്ത്രീയോടൊപ്പം ജീവിക്കാൻ കഴിയാത്ത ഒരു ഡാഷ് മോൻ ഇന്നലെ എന്നെ അറബിയിൽ അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഭീമാപ്പള്ളി ഡാഷ് എന്ന്, എന്തോ സർമോത്തി എന്നാണ്, അങ്ങനെ എന്തോ പറഞ്ഞാൽ അങ്ങനെ അർത്ഥം എന്നാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. നമ്മുടെ സമൂഹമാണ് നമുക്ക് അങ്ങനെയുള്ള പേര് ചാർത്തി തരിക എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജീവിക്കുന്നത് ഒരു പുണ്യഭൂമിയിലാണ്. ഭീമാപ്പള്ളി എന്ന് പറയുന്നത് ഭയങ്കര പരിശുദ്ധമായ ഒരു മണ്ണാണ്. അവിടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ജനിച്ചത് ഭീമാപ്പള്ളിയിലല്ല എങ്കിലും ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ എനിക്ക് കിട്ടാത്ത സ്വീകാര്യതയും സംരക്ഷണവും സ്നേഹവും തന്ന മണ്ണാണ് എൻ്റെ ഭീമാപ്പള്ളി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഓരോ മനുഷ്യനും ഓരോ കഥകൾ പറയാനുണ്ടാകും. അവിടെ വളരെ മാന്യമായ ഒരു സ്ഥാനം നൽകി വളരെ മാന്യമായ ഒരു രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ ഭയങ്കര അഭിമാനിയാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറയാൻ വേണ്ടിയിട്ട് വന്നത്. ഭീമാപ്പള്ളി ഡാഷ് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനത് പറഞ്ഞതാണ്. ഈ പറയുന്ന പുള്ളിക്കാരൻ്റെ നാട്ടിൽ ഒരു നല്ല പേരുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ പുള്ളിക്കാരൻ്റെ ഉമ്മയ്ക്കും അങ്ങനെ ഒരു പേര് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവരാ നാട്ടിൽ അറിയുന്നതും അറിയപ്പെടുന്ന ഡാഷ് എന്ന് തന്നെയാണ്. അതുപോലെ ഈ പുള്ളിക്കാരൻ്റെ കൂടെ ഇപ്പോൾ ഇറങ്ങിപ്പോയ ആ സ്ത്രീ അവരുടെ നാട്ടിൽ അറിയപ്പെടുന്നതും ഈ ഡാഷ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടാണ് എന്ത് പേര് ചാർത്തി തരേണ്ടത്. ഇത്തരത്തിലുള്ള പേരുകൾ നമുക്ക് ചാർത്തി തരേണ്ടത്. എന്തായാലും അന്തസ്സായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അഭിമാനമാണ്. അതുപോലെ ഇത്രയും പുണ്യമായ ഒരു ഭൂമിയിൽ അന്തസ്സായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നതും വളരെ ഭാഗ്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. ഈ ഭീമാപ്പള്ളിയിൽ നിന്ന് ഒരുപാട് തവണ ഞങ്ങൾ മാറണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു മണ്ണ് ഞങ്ങളെ വിടുന്നില്ല. ഇവിടെ തന്നെ ഇങ്ങനെ വലിച്ചടുപ്പിച്ചുകൊണ്ട് ഉണ്ട്. അത് ഞങ്ങൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പലതവണ വീട് മാറുന്ന സമയത്തും ഇവിടെ നിന്ന് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാലും എന്തോ ഒന്ന് ഞങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ, നിൻ്റെ ഉമ്മ, നിൻ്റെ കൂടെ ഇപ്പം ജീവിക്കുന്ന സ്ത്രീയൊക്കെ അങ്ങനെയാണോ എന്നുള്ളത് നീ തന്നെ ഒന്ന് ചിന്തിക്കുക, അത്രയേ ഉള്ളൂ.